അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹൽ സോഫ്റ്റ്വെയറിന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എങ്ങനെ ലോഗിൻ ആയിട്ട് നമുക്കതിനെ കോൺഫിഗർ ചെയ്യാന്നുള്ള ഒരു ഡെമോ വീഡിയോ ആണിത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാവും, നമ്മളെ ജമാഅത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളെ മഹലിൻ്റെ അഡ്രസ്സ് ഉണ്ടാവും സോഫ്റ്റ്വെയർ ആക്സസ് ചെയ്യാൻ. അപ്പോൾ ആ അഡ്രസ്സ് അടിച്ചിട്ട് വേണം നിങ്ങൾക്കിവിടെ ഓപ്പൺ ആക്കാൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾക്ക് നമ്മളെ ഡെമോ സോഫ്റ്റ്വെയറിലേക്ക് ലോഗിൻ ആയിട്ട് അതിനെ ഫസ്റ്റ് ചില കോൺഫിഗറേഷൻ നമ്മൾ ഫസ്റ്റ് ചെയ്യണം, മെമ്പർ ഫാമിലി ആഡ് ആക്കുന്നതിന് മുമ്പേ. അപ്പോൾ അതെല്ലാം എന്തെല്ലാം കോൺഫിഗറേഷൻ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇപ്പോൾ demo.mahals.cloud എന്ന് പറഞ്ഞിട്ട് ഇത് ഡെമോ സോഫ്റ്റ്വെയറിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ഇത് അടിച്ചപാട് നമുക്ക് ഈ പേജ് ഓപ്പണായി. അല്ല, നിങ്ങളെ മഹലിൽ അടിക്കുമ്പോൾ എന്തുണ്ടാവും, ഈ ഡെമോ എന്നുള്ളടത്ത് നിങ്ങളെ മഹലിൻ്റെ അല്ല നിങ്ങളെ ജമാഅത്തിൻ്റെ പേരുണ്ടാവും ഇവിടെ ഷോർട്ടായിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബദ്രിയ എന്നാണെങ്കിൽ badriya.mahals.cloud എന്ന് ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ദാറുൽ ഉലൂം എക്സാമ്പിൾ darululum.mahals.cloud എന്ന് പറഞ്ഞിട്ട് അത് സെപ്പറേറ്റ് ഉണ്ടാവും. എല്ലാ മഹലിലേക്കും സെപ്പറേറ്റ് പേര് വെച്ചിട്ടാണ് എന്താക്കൽ ഈ അഡ്രസ്സ് ഉണ്ടാകൽ. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ അഡ്രസ്സ് അടിച്ച പാട് ഈ വിൻഡോ ഓപ്പൺ ആവും. ഇപ്പോൾ ഇവിടെ വെൽക്കം ടു ബദ്രിയ ജുമാ മസ്ജിദ് അല്ലെങ്കിൽ നിങ്ങളെ മഹലിൻ്റെ നിങ്ങളെ ജമാഅത്തിൻ്റെ പേര് ഇവിടെ ഉണ്ടാവും. വെൽക്കം ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ അത് വരും. അത് കോൺഫിഗർ ചെയ്ത പിന്നെ വരുള്ളൂ കേട്ടോ. ഫസ്റ്റ് ഡെമോ പേരുണ്ടാവും, മഹൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോൺഫിഗർ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ പേര് വരും. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് മഹൽ അഡ്മിൻ ലോഗിൻ ആണ്, മെമ്പർ മോഡ്യൂൾസ് ഉണ്ട്, സ്റ്റാഫ് മോഡ്യൂൾ, നോൺ മെമ്പർ രജിസ്ട്രേഷൻ, ഫീ കളക്ടർ, സ്റ്റുഡൻറ്റ് മോഡ്യൂൾ. ഈ എല്ലാ മോഡ്യൂൾക്ക് ഈ ലോഗിൻ ബട്ടണിലൂടെ നമുക്ക് എന്താക്കാൻ പറ്റും, ലോഗിൻ ആകാൻ പറ്റും. ഇപ്പോൾ മഹൽ അഡ്മിൻ ആണെങ്കിൽ ഈ ലോഗിൻ അടിച്ച മഹൽ അഡ്മിൻ്റെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ട് OTP അടിച്ചാൽ ഈ സൂപ്പർ അഡ്മിനായിട്ട് ലോഗിൻ ആകാൻ പറ്റും. മെമ്പേഴ്സിൻ്റെ ആണെങ്കിൽ മെമ്പേഴ്സിൻ്റെ മൊബൈൽ ആപ്പിലോ അല്ലെങ്കിൽ അവരുടെ മൊബൈലിൽ കൂടെ ലോഗിൻ ആകാനുള്ള സിസ്റ്റമിൽ ലോഗിൻ ആകുക. അതിൻ്റെ ഒരു ഡാഷ്ബോർഡാണ് ഇത്. ഓരോരോ ലിങ്കും ഓരോരോ മോഡ്യൂൾക്ക് ലോഗിൻ ആകാൻ വേണ്ടിയുള്ള ലിങ്ക് ഇത്. മെമ്പേഴ്സ് മോഡ്യൂൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യണം, സ്റ്റാഫ് മോഡ്യൂളിന് ഇവിടെ, അതേമാതിരി ബാക്കിയിലേക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് മഹൽ അഡ്മിനായിട്ട് എന്താക്കാം, ലോഗിൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് അടിക്കണം. അപ്പോൾ നമ്മൾ എന്താക്കുക, യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. നിങ്ങളെ യൂസർ നെയിമും പാസ്വേഡ് അടിക്കുക. എന്നിട്ട് ഇവിടെ ഫൈനാൻഷ്യൽ ഇയർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ലോഗിൻ കൊടുക്കുക. ഈ ഫൈനാൻഷ്യൽ ഇയറല്ല ഫസ്റ്റ് ഡെമോ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഈ എന്താണ് സെലക്ട് ചെയ്യേണ്ടതെന്ന്. അത് സെലക്ട് ചെയ്തിട്ട് ലോഗിൻ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഈ പാസ്വേഡ് ചേഞ്ച് ആക്കുക, യൂസർ ക്രിയേറ്റ് ആക്കുക, എല്ലാം നിങ്ങൾക്ക് അവിടെ നിങ്ങളെ ലോഗിൻ ആയതിൻ്റെ ശേഷം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്തെങ്കിൽ നമുക്കൊരു ഗൂഗിൾ അത്തൻറ്റിക്കേറ്റർ വരും. അതിൽ സ്കാൻ ആക്കിയാൽ നമുക്ക് ഗൂഗിൾ അത്തൻറ്റിക്കേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് നിങ്ങൾ മൊബൈലിലേക്ക് ഡൗൺലോഡ് ആക്കണം. അത് നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ അത്തൻറ്റിക്കേറ്റർ ഇവിടെ ഉണ്ട്. ഗൂഗിൾ അത്തൻറ്റിക്കേറ്റർ എന്ന് പറഞ്ഞിട്ട് എന്താക്കുക, നിങ്ങൾ സെർച്ച് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്പ് കാണും. അതിന് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക, ആൻഡ്രോയിഡ് മൊബൈലാണെങ്കിൽ. അത് ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ സെയിം ഇതന്നെ പേരുണ്ടാവും, ഗൂഗിൾ അത്തൻറ്റിക്കേറ്റർ എന്ന് പറഞ്ഞിട്ട്. അത് ഗൂഗിളിൻ്റെ ഒരു ആപ്പാണ്. അപ്പോൾ ആ ആപ്പിന് എന്തൊക്കെ നിങ്ങൾ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക, ഐഫോൺ ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ശേഷം ആ ആപ്പ് ഓപ്പൺ ആക്കിയാൽ നിങ്ങൾക്ക് ഒരു പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു താഴെ ഒരു കോർണറിൽ ഒരു സിമ്പിൾ ഉണ്ടാവും. ആ സിമ്പിളിനെ ക്ലിക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഈ QR സ്കാൻ ആക്കാനുള്ള അവിടെ ഓപ്ഷൻ കാണിക്കൂ, സ്കാൻ എ QR കോഡ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ടാവും. എൻ്റർ എ സെറ്റപ്പ് കീ, പിന്നൊന്ന് സ്കാൻ എ QR കോഡ് എന്നുണ്ടാവും. നിങ്ങൾ രണ്ടാമത്തെ സ്കാൻ എ QR കോഡ് സെലക്ട് ചെയ്തെങ്കിൽ അവിടെ ക്യാമറ ഓപ്പൺ ആയിട്ട് നിങ്ങൾ മൊബൈലിൽ എന്താക്കണം, ഈ QR സ്കാൻ ആക്കുക. അപ്പോൾ അവിടെ ഒരു നമ്പർ ജനറേറ്റ് ആവും, ഒരു OTP. ആ OTP വേണം നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിനാണ് ഗൂഗിൾ അത്തൻറ്റിക്കേറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ OTP അടിക്കുക, വെരിഫൈ കോഡ് കൊടുത്തിട്ട് ലോഗിൻ ആവുക. ഇതാണ് നമ്മളെ അഡ്മിൻ പാനൽ.
ഓക്കെ, ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. അഡ്മിൻ പാനലിൽ ഇവിടെ നോക്കി ഫാമിലി ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു മോഡ്യൂൾ, ഫീ മോഡ്യൂൾ ഡാഷ്ബോർഡ് ഉണ്ട്, അക്കൗണ്ട് ആൻഡ് ബാലൻസ് കാണിക്കാനുള്ളൊരു സെപ്പറേറ്റ് ഒരു മോഡ്യൂളുണ്ട്, മദ്രസ മോഡ്യൂൾ, മെമ്പർ ആപ്പിൻ്റെ ഒരു മോഡ്യൂളുണ്ട്, സ്റ്റാഫ് മോഡ്യൂൾ, റെൻറ്റ്സിൻ്റെ ഇപ്പോൾ ബിൽഡിങ് ഷോപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ റെൻറ്റ്സിൻ്റെ, ഹാൾ ബുക്കിംഗ് മോഡ്യൂളുണ്ട്. നിങ്ങളടുത്ത് മറ്റേ ഈ മംഗലെല്ലാം കഴിക്കൂലേ, ഈ ഫങ്ഷൻ്റെ ഹാൾ, അത് ജമാഅത്തിലെത്തുണ്ടെങ്കിൽ അതിൻ്റെ ബുക്കിങ്ങും അതിൻ്റെ അവൈലബിലിറ്റി ഡേറ്റ് ചെക്ക് ആക്കാനുള്ള ഒരു മോഡ്യൂൾ. പിന്നെ ബൾക്ക് SMS അയക്കാൻ പറ്റും. പിന്നെ നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഇങ്ങനത്തെ സ്റ്റുഡൻറ്റിന്, അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും വർക്ക് ചെയ്യാനുള്ള നോക്കിയുണ്ടാവല്ലേ ജോബിനെ പറ്റിയിട്ടും അതിനെല്ലാം. അപ്പോൾ അങ്ങനത്തെ ഗവൺമെൻറ് എല്ലാം സ്കോളർഷിപ്പായിട്ടും എന്തെങ്കിലും വെൽഫെയർ സ്കീം ഇങ്ങനത്തെ എല്ലാം ഉണ്ടാവല്ലേ. അപ്പോൾ അങ്ങനത്തെ എല്ലാം നോട്ടിഫിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കും. പിന്നെ സെൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു മോഡ്യൂളുണ്ട്. ഈ മോഡ്യൂളിലാണ് നിങ്ങൾ മെമ്പർക്ക് നോട്ടിഫിക്കേഷൻ അയക്കാനും അത് ബൾക്കായിട്ട് അയക്കാനും ചെയ്യുക, ഇൻഡിവിജ്വലായിട്ട് അയക്കാനും പറ്റും. പിന്നെ ബാങ്ക് സമ്മറി, ബാങ്കിൽ നിങ്ങൾ ഡെപ്പോസിറ്റും വിത്ത്ഡ്രോവലിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണും. പിന്നെ ഇൻവെൻട്രി ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇൻവെൻട്രി ഡീറ്റെയിൽ നിങ്ങളെ ജമാഅത്തിലെ മഹലിലുള്ള ഐറ്റംസിൻ്റെ ഒരു റെക്കോർഡ്. പിന്നെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് സ്കാനാക്കിയിട്ട് സ്റ്റോറാക്കി വെക്കാൻ പറ്റും. ഇവിടെ ഒരു അപ്കമിങ് ഹാൾ ബുക്കിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് അപ്കമിങ് വരുന്ന ബുക്കിങ്സ് എല്ലാം ഇവിടെ കാണും. പിന്നെ ലേറ്റസ്റ്റ് അപ്കമിങ് ഈവൻറ്റ്സ്, നിങ്ങളെ ജമാഅത്തിലെ മഹലിലോ എന്തെങ്കിലും ഈവൻറ്റ്സ്, എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. ഓക്കെ, ഇതാണ് ഡാഷ്ബോർഡ്. ഇത് ഇത്ര മാത്രമല്ല, ഫാമിലി ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്തെങ്കിൽ കംപ്ലീറ്റ് ഫാമിലിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇത് ഫുള്ള് ഫാമിലിൻ്റെ മോഡ്യൂളാണിത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോരോ മോഡ്യൂളിലും നിങ്ങൾക്ക് അതിൻ്റെതായ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതിപ്പോൾ ഫാമിലി മോഡ്യൂൾ. ഫീ മോഡ്യൂൾക്ക് പോയെങ്കിൽ ഫീസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതേമാതിരി നിങ്ങൾക്ക് എല്ലാ മോഡ്യൂളും അതായത് സെക്ഷനിക്ക് പോയെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ മെയിൻ ഡാഷ്ബോർഡിൽ ഇതാണ്. ഇപ്പോൾ ഇതാ ഫാമിലി മോഡ്യൂൾ, ഫീ മോഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ സെക്ഷൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം ലോഗിൻ ആയെങ്കിൽ ഫസ്റ്റ് കോൺഫിഗർ ചെയ്യണം മഹലിനെ. അപ്പോൾ കോൺഫിഗർ മഹലിൽ പോയിട്ട് കോൺഫിഗർ മഹലിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളെ ജമാഅത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ മഹലിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻറ്റർ ചെയ്യുക. ഇപ്പോൾ മഹൽ നെയിം, ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഒരു മഹൽ നെയിം ഞാൻ ഇവിടെ അടിക്കുന്നത് മൗനത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി, ലൊക്കേഷൻ സിറ്റി ഡിസ്ട്രിക്റ്റ്. ഇത് ഇവിടെ മഹലിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക കേട്ടോ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തൊക്കെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം മഹലിൻ്റെ അല്ലാതെ നിങ്ങൾക്ക് എന്ത് ഫോട്ടോ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അതിപ്പോൾ പള്ളീൻ്റെതോ അല്ലെങ്കിൽ നിങ്ങളെ മഹലിനെ ഇത് കണ്ടാൽ ആൾക്കാർക്ക് അറിയണം ഇത് ഇന്ന മഹല് അല്ലെങ്കിൽ ഇന്ന ജമാഅത്ത് എന്ന് അറിയുന്നുള്ള ഒരു ഫോട്ടോ. അത് നിങ്ങൾക്ക് എന്ത് ഫോട്ടോ വേണമെങ്കിലും അവിടെ അപ്ലോഡ് ചെയ്യാം. ഓപ്പൺ കൊടുക്കുക, ഇവിടെ ഫോട്ടോ വന്നിട്ടുണ്ടാവും. പിന്നെ ഫോൺ നമ്പർ കൊടുക്കുക, ഓഫീസ് ഫോൺ, മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഇമെയിൽ ഉണ്ടെങ്കിൽ ഇമെയിൽ കൊടുക്കുക. ഇവിടെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ഇനി കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ, അതെല്ലാം നിങ്ങളെ ജമാഅത്തിൻ്റെ അക്കൗണ്ട് മെമ്പേഴ്സിന് കാണാൻ വേണ്ടിയിട്ട്. എന്താ പറഞ്ഞാൽ അവർ മാനുവലായിട്ട് മൊബൈലിൽ കൂടെ പേയ്മെൻറ്റ് ആക്കുന്നെങ്കിൽ അവരെ മൊബൈൽ ആപ്പിൽ നിങ്ങളെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും. അവർക്ക് കോപ്പി ആക്കാൻ പറ്റും. നിങ്ങളെ അക്കൗണ്ട് ഡീറ്റെയിൽ കോപ്പി ആക്കിയിട്ട് അവർക്ക് പേ ആക്കാൻ പറ്റും. അതിനാണ് ഇവിടെ കൊടുത്തെങ്കിൽ അവർ കാണും, കൊടുത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് അപ്ഡേറ്റ് കൊടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അപ്ഡേറ്റ് ചെയ്ത പാട് നമുക്ക് എന്താക്കാൻ പറ്റും, ഇവിടെ മൗനത്തുൽ ഇസ്ലാം ജമാഅത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോൺഫിഗറായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കോൺഫിഗറിൽ പോയിട്ട് മഹൽ ഡീറ്റെയിൽസ് നോക്കിയെങ്കിൽ ഇവിടെ ആ ഫോട്ടോ വന്നിട്ടുണ്ടാവും അപ്ലോഡാക്കിയ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഫോട്ടോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കണം, മഹലിനെ
ബാക്കിയുള്ള ചില വാല്യൂസ് എല്ലാം നമ്മൾ കോൺഫിഗർ ചെയ്യേണ്ടതുണ്ട്. എന്താ പറഞ്ഞാൽ ചില എല്ലാ മഹലിലും ഒരുപോലെ ഉണ്ടാവില്ല. ഫീസ് ടൈപ്പ് ആയാലും മെമ്പർ ടൈപ്പ് ആയാലും ഓരോരോ ഫീൻ്റെ പേരുകൾ അതെല്ലാം വേറെ വേറെ മഹലിൽ വേറെ വേറെ ആയിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതിനെന്താക്കണം, നമ്മൾ ഇവിടെ കോൺഫിഗർ ചെയ്യുക. ഇപ്പോൾ ഇവിടെ കോൺഫിഗറിൽ പോയെങ്കിൽ ഇപ്പോൾ നമ്മൾ മഹൽ കോൺഫിഗർ ചെയ്തിട്ടായി. ഓക്കെ, അടുത്തതായിട്ട് ഇപ്പോൾ നമുക്ക് മെമ്പറിനെ ആഡ് ആക്കുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ ഇവിടെ കോൺഫിഗർ ചെയ്യണം. ഒന്ന് മെമ്പർ ടൈപ്പ്. ഓക്കെ, മെമ്പർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഹലിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 4 മെമ്പർ ടൈപ്പ് ഉണ്ട്. ഇത് ഡെമോക്ക് വേണ്ടിയിട്ട് ഞാൻ ആഡാക്കിയ ചില മെമ്പർ ടൈപ്പാണ്. അപ്പോൾ ഒരു മഹൽ അല്ലെങ്കിൽ ജമാഅത്തിൽ ഫീ പേ ആക്കുന്നവരുണ്ടാവല്ലേ. ഇപ്പോൾ മന്ത്ലിയോ അല്ലെങ്കിൽ ഇയർലിയോ അവർ ഇത്ര ഫീ എന്ന് പറഞ്ഞിട്ട് ജമാഅത്തിലേക്ക് അല്ലെങ്കിൽ മഹലിലേക്ക് പേ ആക്കുന്നുണ്ടാവും. അത് എല്ലാവർക്കും എന്തുണ്ടാവില്ല, സെയിം ആയിട്ടുണ്ടാവില്ല. ചില മെമ്പറിന് ചില മഹലിൽ സെയിം ഉണ്ടാവും, എല്ലാവർക്കും ഒരേപോലത്തെ ഫീ ഉണ്ടാവും. ചില ജമാഅത്തിൽ എന്തുണ്ടാവും, ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിക്ക് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ മന്ത്ലി ഒരു 200 റുപ്പീസ് ഉണ്ടെങ്കിൽ ചില മെമ്പർക്ക് മന്ത്ലി 100 റുപ്പീസ് ഉണ്ടാവും, ചില മെമ്പർക്ക് 50 റുപ്പീസ് ഉണ്ടാവും. അതങ്ങനെ ചില ജമാഅത്തിൽ എന്തുണ്ടാവും, കാറ്റഗറി ചെയ്തിട്ടുണ്ടാവും മെമ്പറിനെ. ഫുൾ മെമ്പർന്നോ ഹാഫ് മെമ്പർന്നോ മെയിൻ മെമ്പർന്ന് ഇങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കുക. പേര് കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം, മെമ്പർ ടൈപ്പിന് ആഡ് ആക്കുക. അത് മെമ്പർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫുൾ മെമ്പർന്നുണ്ടാവും. ആ ഫുൾ മെമ്പർ ചിലപ്പോൾ 200 റുപ്പീസ് പെർ മന്ത് പേ ആക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ 500 റുപ്പീസ് പെർ മന്ത്, അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും. ആ ഫീ ഇത്ര തന്നെ ഫീ എന്നല്ല, ഇങ്ങനെ ആ ഗ്രൂപ്പിങ്ങിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. മെമ്പർ ടൈപ്പ് തരം തിരിക്കുന്നില്ല. ഇപ്പോൾ ചില മെമ്പർ 200 റുപ്പീസ് പേ ആക്കുന്നുണ്ടാവും, ചില ഹാഫ് മെമ്പർ 100 റുപ്പീസ് പേ ആക്കുന്നുണ്ടാവും, ചില മെമ്പർ 50 റുപ്പീസ് പേ ആക്കുന്നുണ്ടാവും. അപ്പോൾ ഈ മൂന്നിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു പേര് നമ്മൾ എന്താക്കുന്നു, ഇന്ന മെമ്പർ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്താക്കണം, ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ പോയിട്ട് ഒരു എക്സാമ്പിൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. ആഡ് മെമ്പർ ടൈപ്പ് എന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ നമുക്ക് കൊടുക്കുക ഫുൾ മെമ്പറിന് കൊടുക്കുക. ഇപ്പോൾ ഫുൾ മെമ്പർ മന്ത്ലി ചിലപ്പോൾ 300 റുപ്പീസ് പേ ആക്കുന്നുണ്ടാവും. അപ്പോൾ എന്നിട്ട് നമുക്ക് എന്താക്കാം, രജിസ്റ്റർ കൊടുത്താൽ ഇവിടെ നമുക്ക് ഇവിടെ കാണിക്കും നമ്മളെ ഓൾ ഇതവിടെ ഫുൾ മെമ്പർ 300 റുപ്പീസ്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഇങ്ങനെയാണ് മെമ്പർ ടൈപ്പിനെ ആഡ് ആക്കേണ്ടത്. അത് നിങ്ങളെ മഹലിൽ അല്ലെങ്കിൽ നിങ്ങളെ ജമാഅത്തിൽ എന്ത് പേര് വേണമെങ്കിൽ ഉണ്ടാവും, ഇതേ പേരുണ്ടാവണം അല്ല ഇങ്ങനെ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. നിങ്ങൾ കൊടുക്കുക, ഫുൾ മെമ്പർന്നോ മെയിൻ മെമ്പർന്നോ ഇല്ലെങ്കിൽ മെമ്പർ ടൈപ്പ് എ, മെമ്പർ ബി, മെമ്പർ ടൈപ്പ് സി, ഇങ്ങനെ എങ്ങനെയും കൊടുക്കുക. അത് നിങ്ങളെ ജമാഅത്തിൽ എങ്ങനെ ഉണ്ട് അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതാണ് മെമ്പർ ടൈപ്പ്. ഇത് എവിടെ വരും എന്ന് ഞാൻ പിന്നെ കാണിച്ചാൽ. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, അടുത്തത് മെമ്പർ ടൈപ്പ് നമ്മൾ കോൺഫിഗർ ചെയ്ത് ഇനി ഫീ നെയിംസ് വേണം. ഫീ നെയിംസിൽ പോയിട്ട് കുറച്ച് ഫീ നെയിംസിനെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് നെയിംസ് ഉണ്ട്. ഡൊണേഷൻ, ഓൾഡ് ബാലൻസ്, മന്ത്ലി ഫീ, ഇങ്ങനെ കുറച്ച് കന്നഡത്തിലുണ്ട്. പിന്നെ അത് ലാംഗ്വേജ് ഏതായാലും പ്രശ്നമില്ല. നമ്മൾ ഇവിടെ ഫീ നെയിം കൊടുക്കും. നമ്മളെ ജമാഅത്ത് മഹലിൽ എന്തെല്ലാമാണോ ഫീ ഉള്ളത്, ചിലപ്പോൾ മന്ത്ലി ഫീ എന്നൊരു ഒരു ഫീ ഉണ്ടാവും. പിന്നെ മീലാദ് ഫീ എന്ന് പറഞ്ഞിട്ടൊരു ഫീ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഫീ നെയിംസിന് നമ്മൾ എന്താക്കണം, ഫസ്റ്റ് തന്നെ ആഡാക്കി വെക്കുക ഇവിടെ. ഇപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ആഡാക്കുക, മീലാദ് ഫീ ഇവിടെ വേണം കൊടുക്കുക. ഡീറ്റെയിൽ അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അങ്ങനെ ബ്ലാങ്ക് വിടാനും പറ്റും. മീലാദ് ഫീ ഞാൻ ഇപ്പോൾ ആഡാക്കി ഇവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളെ ജമാഅത്തിലുള്ള എല്ലാ ഫീ നെയിമും 1 by 1 ആയിട്ട് ഇവിടെ നമ്മൾ കോൺഫിഗർ ചെയ്ത് വെക്കും. അടുത്തതായിട്ട് നമുക്ക് എന്താക്കുക, ഫീ നെയിമായി ബാക്കി വാർഡ്സ് ലേഔട്ട്സ് എന്നുണ്ട്. ഇത് എന്തിനാ പറഞ്ഞാൽ മഹല്ലിൽ അല്ലെങ്കിൽ ജമാഅത്തിൽ നമ്മളൊരു ഏരിയയ്ക്ക് ഓരോരു പേര് കൊടുക്കൂലേ. ഇപ്പോൾ ഇന്ന ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് ഒരു പേര്, ഇപ്പുറത്തെ ഇന്നൊരു ഏരിയക്ക് വേറൊരു പേര്. അപ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഏരിയ എന്നുള്ളൊരു ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, മെമ്പറിൻ്റെ റിപ്പോർട്ടെല്ലാം എടുക്കുമ്പോൾ ആ ഏരിയ വെച്ചിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്തെങ്കിൽ ആ ഏരിയയിൽ എത്ര ആളുണ്ട് അവരുടെ ഡീറ്റെയിൽ കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഫിൽറ്റർ ചെയ്യാനല്ല സുഖമാണ്. ഇങ്ങനെ ഏരിയ അല്ലെങ്കിൽ വാർഡായിട്ടാണ് അല്ലെങ്കിൽ ലേ ഔട്ടായിട്ടാണ് ഇങ്ങനെ നമുക്ക് ഇല്ലെങ്കിൽ
ഒരു സർക്കിളായിട്ട് ഇങ്ങനെ നമുക്ക് പ്ലേസസിനെ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തെങ്കിൽ നമുക്കിവിടെ കാണിക്കാൻ പറ്റും. ഇതിവിടെ ഒരു പ്ലേസ് ആഡ് ആയിന്. ഇനിയിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തെങ്കിൽ ന്യൂ പ്ലേസ് ആഡ് ചെയ്യണമെങ്കിൽ ടൗൺ ഇല്ലെങ്കിൽ ഇന്ദിരാപുരം, ഇങ്ങനെ ഓരോരോ ഏരിയൻ്റെ പേര് സേവ് കൊടുക്കുക. പിന്നെ അടുത്തത് ഇനിയൊന്ന് ആഡാക്കാം. ഇങ്ങനെ ഓരോരോ ഏരിയനെ നമുക്ക് ആഡാക്കാം. ഇങ്ങനെ എത്ര ഏരിയ വേണമെങ്കിൽ ആഡാക്കാം. നിങ്ങളുടെ ജമാഅത്തിൽ ഏതെല്ലാം ഏരിയ ഉണ്ട് എല്ലാത്തിനും ഇവിടെ ഇതെല്ലാം ഫസ്റ്റ് കോൺഫിഗറേഷൻ ഒന്ന് ചെയ്തിട്ട് പോവാം. നമുക്ക് ചെയ്തിട്ട് അടുത്തത് എന്തെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ നമുക്കൊരു മെമ്പറിനെ ആഡാക്കുമ്പോൾ എന്തെല്ലാം കോൺഫിഗറേഷൻ വേണം അത് നമ്മളിപ്പോൾ ഇവിടെ ആഡാക്കി. ഒന്ന് മെമ്പർ ടൈപ്പ് ആഡാക്കി, ഫീ നെയിം ആഡാക്കി, പിന്നെ വാർഡ്സ് ലേഔട്ട് ആഡാക്കി. ഫസ്റ്റ് നമ്മൾ മഹലിനെ കോൺഫിഗർ ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇനി കോൺഫിഗറേഷൻ വേറെ ഉണ്ട്. അതാത് മോഡ്യൂൾക്ക് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് മെയിൻ ഡാഷ്ബോർഡ് പോയിട്ട് മെയിൻ ഡാഷ്ബോർഡ് പോകണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ ഏത് പേജിലുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തെങ്കിൽ ഈ ഡാഷ്ബോർഡിലേക്ക് വരും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ ഇതിൻ്റെ മെമ്പറിനെ ആഡാക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞാൽ ഫാമിലി വൈസ് ആയിട്ടാണ് നമ്മൾ ആഡാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരാളെ ഫാമിലിയിൽ ഹസ്ബൻഡ് ഉണ്ടാവും, വൈഫ് ഉണ്ടാവും, ഇപ്പോൾ 2 കുട്ടികളുണ്ടാവും എന്ന് വിചാരിച്ചോളെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ എന്താക്കും, ഫാമിലി അഡിനെ ആഡാക്കും. ഇപ്പോൾ ഹസ്ബൻഡിനെ ആഡാക്കും. ഫസ്റ്റ് അവരെ ആഡാക്കുമ്പോൾ ഇവിടെ കാണുന്നുണ്ടല്ലോ ആഡ് ഫാമിലി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ആക്കിയിട്ടാണ് ആ ഫാമിലി അഡിനെ ആഡാക്കുന്നത്. ഓക്കെ, ഇവിടെ കാണിച്ചു തരാം. ആഡ് ഫാമിലിക്ക് പോവാം. ഇവിടെ വന്നിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ഫാമിലി അഡിനെ ക്ലിക്ക് ആക്കുക. അപ്പോൾ ഓക്കെ, ഇത് ഫാമിലി നെയിം വേണമെങ്കിൽ കൊടുക്കുക, ഡ്രോപ്പ് ഡൗൺ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നിക്ക് നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇത് എല്ലാം കമ്പൽസറി ഒന്നുമില്ല. നിങ്ങൾക്ക് ഇല്ലാത്ത ഡീറ്റെയിൽ എന്താക്കാം നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, മെമ്പർഷിപ്പ് മഹലിൻ്റെ മെമ്പർഷിപ്പ് നമ്പർ, ഹൗസ് നമ്പർ കൊടുക്കുക, അഡ്രസ്സ് ഇവിടെ നമ്മൾ ലേഔട്ട് വാർഡ് എന്ന് ആഡാക്കിനല്ലേ, അത് ഇവിടെ നോക്കി ഡ്രോപ്പ് ഡൗണിൽ വരുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യം ഇവിടെ കോൺഫിഗർ ചെയ്ത വാർഡ്സ് ലേഔട്ടിൽ നമ്മൾ ആഡാക്കിയല്ലേ, ആ പ്ലേസ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഏത് പ്ലേസ് വേണമെങ്കിലും ലേഔട്ട് വേണമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാതെ സെലക്ട് ചെയ്യാൻ പറ്റും. ടൈപ്പ് ചെയ്യാത്ത എന്താ പറഞ്ഞാൽ ടൈപ്പ് ചെയ്തെങ്കിൽ ഒരു സ്പെല്ലിങ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വേറെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഫുള്ളായിട്ടൊരു ഗ്രൂപ്പ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ടൈപ്പ് ചെയ്യുന്ന കാര്യം നമ്മൾ എത്ര കസ്റ്റമർക്ക് ടൈപ്പ് ചെയ്യാൻ കൊടുക്കുക, അത് ജസ്റ്റ് സെലക്ട് ആക്കിയെങ്കിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് അങ്ങനത്തെ ഒന്നും വരില്ല. അപ്പോൾ പ്ലേസ് സെലക്ട് ചെയ്യുക, ഉപ്പാൻ്റെ പേരടിക്കുക, ഇവിടെ ഫാദർ നെയിം, ഓക്കെ, ജെൻഡർ അടിക്കുക, നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക, പിന്നെ സോഷ്യൽ ക്ലാസ്, ഹൗസ് സ്റ്റേറ്റസ്, പിന്നെ വോട്ടർ ലിസ്റ്റിൽ ആഡ് ആയിന മാരീഡ് ആണോ, വൈഫ് നെയിം ഇവിടെ കൊടുക്കുക, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കുക ഇവിടെ, പിന്നെ മദ്രസ ഉണ്ടെങ്കിൽ മദ്രസ ക്വാളിഫിക്കേഷൻ കൊടുക്കുക. ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇവിടെ പ്രസൻറ്റ് ക്ലാസ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതൊന്നും വേണ്ട, ഇത് വേറെ മഹലിലേക്ക് കോൺഫിഗർ ചെയ്ത കേട്ടോ. അപ്പോൾ ഇവിടെ മെമ്പർ ടൈപ്പ് നമുക്ക് എന്താക്കാം, ഇവിടെ ഫുൾ മെമ്പർ സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു യുണിക് നമ്പർ, ഈ നമ്പർ ഒരു ID നമ്പറാണ്. അപ്പോൾ അത് നമുക്ക് മെമ്പർക്ക് മൊബൈൽ ആപ്പിൽ പാസ്വേഡെല്ലാം ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു നമ്പർ ഇവിടെ കൊടുക്കുക. അത് ഡ്യൂപ്ലിക്കേറ്റ് ആകാൻ പറ്റില്ല, എല്ലാവർക്കും വേറെ നമ്പർ ഉണ്ടായിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് അവിടെ എന്താക്കുക, നമുക്ക് വേണമെങ്കിൽ ആധാർ നമ്പർ കൊടുക്കുക. ആധാർ നമ്പർ കൊടുത്താൽ എന്താ, സ്പേസ് ഇല്ലാതെ കൊടുത്തെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആവില്ല. പിന്നൊന്ന്, ആ നമ്പർ എപ്പോഴും ആ മെമ്പറിൻ്റെ അടുത്ത് ഉണ്ടാവും, അതൊരിക്കലും എന്താവില്ല, ആ നമ്പർ ചേഞ്ച് ആവില്ല. ഒരാളെ ആധാർ നമ്പർ ഒരിക്കലും എന്താവില്ല, ചേഞ്ച് ആവില്ല, എപ്പോഴും അതേ നമ്പറായിട്ടുണ്ടാവും, എപ്പോഴും അവരുടെ അടുത്ത് ഉണ്ടാവും. പിന്നെ ഒരു കാര്യം, ആ നമ്പർ വേറെ ആളുടെ അടുത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഈ ആധാർ നമ്പർ ഇവിടെ കൊടുക്കുന്ന ബെസ്റ്റ്. നമുക്ക് പിന്നെ മെമ്പറിൻ്റെ മൊബൈൽ ആപ്പ് ലോഗിൻ ആകാൻ വേണ്ടിയിട്ടുള്ള പാസ്വേഡ്. ഓക്കെ, അത് ആൾറെഡി ആ നമ്പർ ആഡ് ആയെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണിക്കും, ആൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്.
ഇതെവിടെ ഇല്ലെങ്കിൽ ഈ നമ്പർ ഇങ്ങനെ വരും. ഇപ്പോൾ നമ്മൾ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് കൊടുക്കുക, എന്ത് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുന്നത്. മൊബൈൽ നമ്പർ കൊടുക്കുക, ഇവിടെ മൊബൈൽ നമ്പർ അബ്രോഡ് ആണെങ്കിൽ അവിടുത്തെ നമ്പറും ഡീറ്റെയിൽ എല്ലാം കൊടുക്കാൻ പറ്റും. ഇത് സെലക്ട് ചെയ്യണം. ഈ റിലേഷൻഷിപ്പ് ഫാമിലി ഹെഡ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫാമിലിൻ്റെ മെയിൻ ഫാമിലി ഹെഡിനെ ആഡ് ആക്കുന്നതല്ല, അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് ഫാമിലി ഹെഡിന്ന് ഇത് സെലക്ട് ചെയ്യണം. ഇതാണ് മെയിൻ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഹെൽത്ത് സ്റ്റേറ്റസ് ഉണ്ട്, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ കൊടുക്കുക. ഇപ്പോൾ അവർക്ക് ചില ആൾക്ക് എന്തുണ്ടാവും, ഹെൽത്ത് എന്തെങ്കിലും സപ്പോർട്ട് വേണ്ടുണ്ടാവും, ചില ആൾക്ക് ഹെൽത്ത് സപ്പോർട്ട് വേണ്ടെന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് എലിജിബിളാ നോട്ട് എലിജിബിളാ റിക്വയർഡാ നോട്ട് റിക്വയർഡാന്ന് ഇവിടെ കൊടുക്കുക. ഇവിടെ അതിനെ പറ്റിയിട്ടുള്ള നോട്ട്സ് കൊടുക്കുക. ഹെൽത്ത് റിമാർക്സ്, എന്താണ് ഹെൽത്ത് ഇഷ്യൂസ് എന്നുള്ള ഡേറ്റ് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് എപ്പോഴാണ് ടെസ്റ്റ് ആക്കിയതിൻ്റെ ഡീറ്റെയിൽ. ഇതെന്തിനാണ് പറഞ്ഞാൽ ഈ ഹെൽത്ത് സ്റ്റേറ്റസ് ചില ആൾക്ക് ചില സപ്പോർട്ട്, ചില ഫൈനാൻഷ്യലായിട്ടും എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ജമാഅത്ത് കമ്മിറ്റി അല്ലെങ്കിൽ മഹൽ കമ്മിറ്റിക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അവരെ ഡീറ്റെയിൽ ഇവിടെ അവർക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ടോട്ടൽ ബ്ലഡ് ഗ്രൂപ്പ് ഇവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ടോട്ടൽ ഫാമിലി മെമ്പേഴ്സ്, ഈ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന്. ഇപ്പോൾ എക്സാമ്പിൾ ഫാദർ മദർ 2 കുട്ടികൾ 4. ഓക്കെ, ഇപ്പോൾ ഫാദറിൻ്റെ ഉപ്പ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് എത്ര ആളുടെ എത്ര കൊടുക്കുക. ഇതിവിടെ ഈ മെമ്പർക്ക് ആൾറെഡി ജമാഅത്തിനേക്കുള്ള എന്തെങ്കിലും ബാലൻസ് ഉണ്ടാകുന്ന പൈസ തരാൻ എന്തെങ്കിലും, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു 2000 റുപ്പീസ് ബാലൻസ് ഉണ്ട്. എന്ത് ബാലൻസ് അത് ഓൾഡ് ബാലൻസ്. ഓക്കെ, ഇവിടെ എന്ത് വേണം കൊടുക്കുക ഡീറ്റെയിൽ. എന്നിട്ട് ഫോട്ടോ വേണമെങ്കിൽ മെമ്പറിൻ്റെ ഫോട്ടോ ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഫോട്ടോ വേണമെങ്കിൽ ഒരു ഫോട്ടോ സെലക്ട് ആക്കി നിന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ രജിസ്റ്റർ കൊടുക്കുക. ഫോട്ടോ കമ്പൽസറി ഒന്നുമില്ല, ഉണ്ടെങ്കിൽ അപ്ലോഡ് ആക്കുക. പിന്നെ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ അടുത്തുള്ള ഡീറ്റെയിൽ എൻ്റർ ചെയ്താൽ മതി. എല്ലാം കമ്പൽസറി ഒന്നുമില്ല. മെയിനായിട്ട് വേണ്ടത് ഒന്ന് പേര്, പിന്നൊന്ന് ഞാൻ ഇവിടെ പറഞ്ഞില്ല ഒരു നമ്പർ, യൂണിക് നമ്പർ, പിന്നെ റിലേഷൻഷിപ്പ് മൊബൈൽ നമ്പർ. ഇത് ഇത്ര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇവിടെ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യാം. ഈ രജിസ്റ്റർ ക്ലിക്ക് ചെയ്തപ്പോൾ നോക്കിക്കോളൂ, ഒരു ഡാഷ്ബോർഡിലേക്ക് വരും. നമ്മളൊരു ഫാമിലി ഡീറ്റെയിൽസിൻ്റെ ഒരു വിൻഡോയിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ആരെ ആഡാക്കിയ ഫാമിലി ഹെഡിനെ ആഡാക്കിയിട്ടാണ് ഈ വിൻഡോയിലേക്ക് വന്നത്, നമ്മൾ അവരെ സേവ് ആക്കിയപ്പോൾ. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഫാമിലി നമ്മൾ എന്തെല്ലാം ഡീറ്റെയിൽ എൻ്റർ ആക്കി അതെല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഇനി ഈ ഫാമിലി നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടല്ല ആഡാക്കിയത്, ഈ ഫാമിലിൻ്റെ ബാക്കിയുള്ള മെമ്പേഴ്സ് ഉണ്ടാവില്ലേ, അവരെ വൈഫ് ഉണ്ടാവും, കുട്ടികളുണ്ടാവും, അവരെല്ലാം ഇവിടുന്ന് വേണം ആഡാക്കാൻ. ഓക്കെ, മെയിൻ ഡാഷ്ബോർഡിൽ പോയിട്ട് ആഡ് ഫാമിലിയിൽ നിന്നല്ല, ഇവിടുന്ന് അവരെ ഓരോരുത്തരെയും ആഡാക്കണം. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഇപ്പോൾ ആഡാക്കിയ ഈ ഫാമിലിൻ്റെ ഒരു മെമ്പറിനെ കൂടെ നമുക്ക് ആഡാക്കാം ഈ ഫാമിലിയിലേക്ക്. ഇതാണ് ഫാമിലിൻ്റെ വിൻഡോ. ഈ ഫാമിലിയിലേക്ക് നമ്മൾ മെമ്പർ ആഡാക്കുമ്പോൾ ഇവിടെ പോയിട്ട് ആഡാക്കണം, അല്ലാതെ മെയിൻ ഡാഷ്ബോർഡിൽ പോയിട്ട് ആഡ് ഫാമിലിക്ക് പോകരുത്. നമ്മൾ ഫസ്റ്റ് പോയ മാതിരി അവിടെ പോയെങ്കിൽ അത് ഇനിയൊരു ഫാമിലി ആയിട്ട് സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ആവും. ഓക്കെ, അപ്പോൾ ആഡ് ഫാമിലി മെമ്പേഴ്സ്ക്ക് പോയെങ്കിൽ ഇപ്പോൾ ആ മെമ്പറിൻ്റെ ആ ഫാമിലിൻ്റെ ഇനിയൊരു മെമ്പറിനെ ആഡാക്കുന്നു. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക, മെമ്പർഷിപ്പ് നമ്പർ കൊടുക്കുക. ഉണ്ടെങ്കിൽ ഹൗസ് നമ്പറെല്ലാം കോമൺ ആയിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് എന്താ പറയുക സെയിം ഫാമിലിൻ്റെ ഫാദർ നെയിം കൊടുക്കുക, മദർ നെയിം. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽ കോമൺ ആയിട്ടുള്ള ഡീറ്റെയിൽ ഇവിടെ കാണിക്കും കോമൺ ആയിട്ട്. ഇപ്പോൾ നോട്ട് രജിസ്റ്റേർഡ്, അൺമാരീഡ് ഡീറ്റെയിൽ ആഡ് ആക്കുക. ഇവിടെ ക്വാളിഫിക്കേഷന് സ്റ്റുഡൻറ്റ് ആഡ് ആക്കുക, പ്രസൻറ്റ് ക്ലാസ് 3rd സ്കൂളിൽ വേണ്ട. മെമ്പർ ടൈപ്പ് നോട്ട് എ മെമ്പർ, എന്താ പറഞ്ഞാൽ ഇത് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നോട്ട് എ മെമ്പർ. ഓക്കെ, പിന്നെ ഇവിടെ അവരെ ID കൊടുക്കുക. വേറെ ID ആണ്, ഫസ്റ്റ് കൊടുത്ത അതേ ID എന്താവില്ല, വർക്കാവില്ല. അതായത് ഇപ്പോൾ ഞാൻ കൊടുത്ത് നോക്കുമ്പോൾ അതെന്തുണ്ട്, റെഡ് വരുന്നുണ്ട്.
അത് ആൾറെഡി ഞാൻ ആഡ് ആക്കിനി. അപ്പോൾ വേറൊരു ID കൊടുത്തെങ്കിൽ അവിടെ വരും. പിന്നെ ഇത് സ്റ്റുഡൻ്റ് ആണ്, സ്റ്റുഡൻറ്റ് സെലക്ട് ചെയ്യുക. ബാക്കി മൊബൈൽ നമ്പർ വേണമെങ്കിൽ പാരൻസിൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുക. റിലേഷൻഷിപ്പ് ഇവിടെ സെലക്ട് ആക്കണം. സൺ ആണെങ്കിൽ സൺ സെലക്ട് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള ബ്ലഡ് ഗ്രൂപ്പ് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഫോട്ടോ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ ഇതൊരു ഫോട്ടോ എടുത്തിട്ട് ഇടുന്നുണ്ട്, എന്നിട്ട് രജിസ്റ്റർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമ്മൾ 2 ആളെ ആഡ് ആക്കി. ഈ ഫാമിലിന് ഇതേടെ ഫാമിലി ആയിട്ട് സൺ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇനിയൊരു മെമ്പറിനെ ഇവിടെ പോയിട്ട് ആഡ് ആക്കണം. സെയിം ഇപ്പോൾ നമ്മൾ എങ്ങനെ ആഡ് ആക്കി അതേമാതിരി ആഡ് ആക്കുക. ഇങ്ങനെ എല്ലാ മെമ്പറിനെയും ആഡ് ആക്കിയതിൻ്റെ ശേഷം നമ്മൾ ഇനി പിന്നെ അടുത്ത ഫാമിലിക്ക് പോവുക. ഒരു ഫാമിലി കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ ഈ ഫാമിലിയുടെ എല്ലാ മെമ്പറിനെ ആഡ് ആക്കിയതിൻ്റെ ശേഷം പിന്നെ മെയിൻ ഡാഷ്ബോർഡ് വരിക, അടുത്ത ഫാമിലിക്ക് പോകുക. ഇവിടെ ആഡ് ഫാമിലി. അപ്പോൾ ആഡ് ഫാമിലിയിൽ നിന്ന് പോകുമ്പോൾ ഫസ്റ്റ് ഫാമിലി ഹെഡിനെ ആഡ് ആക്കണം. എന്നിട്ട് ആ വിൻഡോന്ന് വേണം ബാക്കിയുള്ള മെമ്പേഴ്സിനെ ആ ഫാമിലിയിലേക്ക് ആഡ് ആക്കാൻ. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പിന്നെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനാണ് ഡാഷ്ബോർഡിൻ്റെതും, പിന്നെ എങ്ങനെ കോൺഫിഗർ ചെയ്യുക, എങ്ങനെ ഒരു ഫാമിലിനെ ആഡ് ആക്കുക എന്നുള്ള വീഡിയോ. ഓക്കെ, അപ്പോൾ അസ്സലാമു അലൈക്കും.